ഇത് കല്ലുമോളെ ഒത്തിരി ഇഷ്ടമുള്ള കല്ലുമോളുടെ അമ്മയാ. ശ്രീദുർഗയെ നോക്കി കല്ലുമോളോട് പറഞ്ഞു. സത്യം? കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി ദുർഗയെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. സത്യം, ഇത് കല്ലുമോളുടെ അമ്മയാ. അപ്പോൾ വീട്ടിലെ ഫോട്ടോയിലുള്ളത് എൻ്റെ അമ്മ അല്ലേ? കല്ലുമോള് തല ചെരിച്ച് പിടിച്ചുകൊണ്ട് ശ്രീയെ നോക്കി ചോദിച്ചു. പക്ഷേ അതിനുള്ള ഉത്തരം ശ്രീയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതും കല്ലുമോളുടെ അമ്മ തന്നെയാ. ആ അമ്മ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കല്ലുമോൾ ഒറ്റയ്ക്കാ, അതുകൊണ്ട് കല്ലുമോൾക്ക് കൂട്ടായിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഇനി ഞാനല്ലേ ഈ ചുന്ദരിക്കുട്ടിയുടെ അമ്മ? അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ദുർഗ പറഞ്ഞു. ആണോ ചിരിയച്ച? കല്ലുമോൾ ശ്രീയെ നോക്കി ചോദിച്ചു. ആണെൻ്റെ കല്ലുമോളെ, കുഞ്ഞിക്കവളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അമ്മേ? കല്ലുമോളുടെ ആ ഒരു വിളി മതിയായിരുന്നു പ്രസവിച്ചില്ലെങ്കിലും അവളുടെ അമ്മയായി ദുർഗയ്ക്ക് മാറാൻ. മോളെ. അവൾ കല്ലുമോളെ വാരിയെടുത്ത് ചുംബനങ്ങളാൽ മൂടി. കുഞ്ഞിനെ അവൾ നെഞ്ചോട് ചേർത്ത് ഇറുക്കെ പുണർന്നു. അതെ, അമ്മയ്ക്കും മോൾക്കും സ്നേഹിക്കാൻ ഇനിയൊരു ജന്മം മുഴുവനും ബാക്കിയുണ്ട്. ഇപ്പം മുഹൂർത്തത്തിന് സമയമായി, വന്നേ വേഗം. കല്ലുമോളെ തിരികെ എടുത്ത് ശ്രീ പറഞ്ഞു. അവർ വേഗം അമ്പലത്തിലേക്ക് നടന്നു. തിരുമേനി താലി പൂജിച്ചു വെച്ചിരുന്നു. രാജീവ് മനസ്സില്ലാ മനസ്സോടെ ദുർഗയെ താലി ചാർത്തി. ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ കുങ്കുമം സിന്ദൂരരേഖയിൽ തൊട്ടുകൊടുത്തു. രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. നിയമപരമായി അവർ ഭാര്യ ഭർത്താക്കന്മാരായി മാറി. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞതും കല്ലുമോള് ദുർഗയുടെ കയ്യിലേക്ക് ചാടി വീണു. ദുർഗ അവളെ കൊഞ്ചിക്കുന്ന തിരക്കിലായിരുന്നു. ശ്രീയോടും രേവതിയോടും അവൾ യാത്ര പറഞ്ഞു. പോവാൻ നേരം ദുർഗ ആര്യനെ എടുത്ത് കുഞ്ഞി നെറ്റിത്തടത്തിൽ മൃദുവായി മുത്തി. അവരോട് യാത്ര പറഞ്ഞ് രാജീവിൻ്റെ കാറിൽ കയറി വീട്ടിലേക്ക് യാത്രയായി. കാറിലിരുന്ന അത്രയും സമയവും ദുർഗയുടെ അടുത്ത് കലപില വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ശൈലിയിൽ തന്നെ ദുർഗ മറുപടിയും പറഞ്ഞുകൊണ്ടിരുന്നു. കല്ലുമോളോട് സംസാരിച്ച് വീടെത്തിയത് അവൾ അറിഞ്ഞില്ല. പഴയ രീതിയിലുള്ള ഒരു തറവാട് വീട്. മുറ്റത്തൊരു വലിയ മാവുണ്ട്. മറ്റൊന്നും തന്നെ ആ വിശാലമായ മുറ്റത്തില്ല. അവരെല്ലാം കാറിൽ നിന്നിറങ്ങി. രാജീവ് അകത്തേക്ക് കയറിപ്പോയി. വേണു വേഗം അകത്ത് പോയി 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി അതുമായി ഉങ്ങളത്തേക്ക് വന്നു. ഇവിടെ മുതിർന്ന സ്ത്രീകൾ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ. വലതുകാല് വെച്ച് കയറി വാ മോളെ. വിളക്ക് അവളുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് വേണു പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. അവളുടെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് കല്ലുമോളും കൂടെ പോയി. ഹാളിലേക്ക് കയറിയതും കണ്ടു മാലയിട്ട് വെച്ചിരിക്കുന്ന അഞ്ജലിയുടെയും ശാരദയുടെയും ഫോട്ടോ. ഒരു നിമിഷം അവർക്ക് മുൻപിൽ കണ്ണുകൾ അടച്ചവൾ പ്രാർത്ഥിച്ചു. വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും രാജീവ് വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. മോളൊരു കാര്യം ചെയ്യൂ, മുറിയിൽ പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വരും. ഞാനപ്പോഴേക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണു രാജീവിൻ്റെ മുറി കാണിച്ചു കൊടുത്തുകൊണ്ട് ദുർഗയോടായി പറഞ്ഞു. അച്ഛാ, ഞാൻ കയറിക്കോളാം അടുക്കളയിൽ. അച്ഛൻ വിശ്രമിച്ചോളൂ, ഞാൻ വേഗം ഫ്രഷായി വരാം. അതിന് മറുപടിയായി അയാളൊന്ന് ചിരിച്ചു. തിരിച്ചൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറി. 2-3 ജോഡി ഡ്രസ്സ് അവൾക്കായി വാങ്ങി വെച്ചിരുന്നു. അതിലൊന്നെടുത്ത് അവൾ ഫ്രഷ് ആവാൻ കയറി. കുളിച്ചിറങ്ങിയതും കല്ലുമോൾ ഓടി അവളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ദുർഗ വേഗം കല്ലുമോൾ എടുത്തുയർത്തി. എൻ്റെ കുട്ടിക്ക് വിശക്കണില്ലേ? ബായോ, അമ്മ പാല് തരാം. ദുർഗ അടുക്കളയിൽ കയറി. അത്യാവശ്യം വലിയ അടുക്കള. ഷെൽഫിലായി പൊടികളും മറ്റു സാധനങ്ങളുടെയും ടിന്നുകൾ. എല്ലാത്തിനും ഓരോന്നിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. അടുത്തായി പാത്രങ്ങൾ വയ്ക്കുന്ന വലിയൊരു സ്റ്റാൻഡ്. അവൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ 2 പാക്കറ്റ് പാല് കണ്ടു. അതെടുത്ത് ചായ വെച്ചു. കുഞ്ഞിനുള്ള പാല് കാച്ചി ചൂടാറാനായി മാറ്റിവെച്ചു. വേണുവിനായി ഒരു ചില്ല് ഗ്ലാസ്സിൽ അവൾ ചായ പകർന്നു കൊടുത്തു. കല്ലുമോൾക്കുള്ള പാല് ചൂടാറ്റി സ്റ്റീൽ ഗ്ലാസ്സിലാക്കി അവൾ കുഞ്ഞിനെ കുടിപ്പിച്ചു. ആഹാ, അച്ഛൻ്റെ കല്ലുമോൾ ഇന്ന് പാല് മുഴുവൻ കുടിച്ചല്ലോ. വേണു ഇടം കണ്ണിട്ട് നോക്കി കല്ലുമോളോടായി പറഞ്ഞു. കേട്ടോ മോളെ, ഞാൻ കൊടുക്കുമ്പോൾ ഒരു കവിള് കുളിച്ചിട്ട് കുടിച്ചിട്ട് ഓടിക്കളയും കാന്താരി. വേണു കല്ലുമോളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആണോ മോളെ? കല്ലുമോളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ദുർഗ ചോദിച്ചു. ആ കുഞ്ഞു കൈകളാൽ അവളുടെ അമ്മയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു നിന്നു കല്ലുമോൾ. കല്ലുമോൾക്ക് അവളുടെ അമ്മയെ അത്രമേൽ ഇഷ്ടമായെന്ന് ആ ഒരു കാഴ്ചയിൽ നിന്നും വേണുവിന് മനസ്സിലായി. ആ വയസ്സൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദുർഗ ആ വീടാകെ നടന്നു കണ്ടു. ഓടിട്ട പഴയൊരു തറവാട്, ഒരു 4 കെട്ട്. അകത്തളത്തിന് ചുറ്റും ഒന്ന് നടന്നു. അവളുടെ ചെറുവിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് ഒപ്പം കല്ലുമോളും. ഗോവണി കയറി എല്ലാ മുറികളിലും കയറി നോക്കി.
മുഴുവനും പൊടിയും മാറാലയും പിടിച്ച് കിടക്കുകയായിരുന്നു. കയറിയ പാടെ തുമ്മൽ കൂട്ടായി കിട്ടി. ശാരദ പോയേ പിന്നെ ഇങ്ങോട്ടൊന്നും ആരും കയറാറില്ല. നിറയെ പൊടി പിടിച്ച് കിടക്കുക ഇവിടൊക്കെ. രാജീവനാണെങ്കിൽ ഏതു നേരവും ഓഫീസ് തന്നെയാണ്. പിന്നെ പൊടിക്കുഞ്ഞേയും വെച്ച് ഈ വയസ്സനായ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങോട്ട് കയറി വന്ന വേണു പറഞ്ഞു. അതൊന്നും സാരമില്ല ശാ, ഞാനുണ്ടല്ലോ ഇനി ഇവിടെ, എല്ലാം ഞാൻ ചെയ്തോളാം. വീടൊക്കെ നല്ല വൃത്തിയായി കിടന്നാലേ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. 1-2 ദിവസം വേണ്ടി വരും ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ. കണ്ണ് ചെമ്പി ചിരിച്ചുകൊണ്ട് ദുർഗ പറഞ്ഞു. ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാട്ടോ. വാ കല്ലുമോളെ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദുർഗ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. കാട് പിടിച്ച് കിടക്കുന്ന വിശാലമായ ഒരു പറമ്പ്. ഇഴജന്തുക്കളുടെ ഒരു താവളമാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അവിടെ മാകെ ഒന്ന് കണ്ണു ഒളിച്ചുകൊണ്ട് അവൾ ചുറ്റുമൊന്ന് നടന്നു. കല്ലുമോളെ. മതിൽക്കെട്ടിനപ്പുറം നിന്നുകൊണ്ട് അംബിക വിളിച്ചു. ദുർഗ മോളെയും കൊണ്ട് അവിടേക്ക് പോയി. അംബിക ദുർഗയെ നോക്കി ഒന്ന് ചിരിച്ചു. അവളും തിരിച്ച് പുഞ്ചിരിച്ചു. ഇതാരാ കല്ലുമോളെ എടുത്തേക്കുന്നേ? കല്ലുമോളെ കൊഞ്ചിച്ചുകൊണ്ട് അംബിക ചോദിച്ചു. കല്ലുമോളുടെ അമ്മയാ അല്ലേ അമ്മേ? ദുർഗയുടെ കവിൾ തിരിച്ച് അവൾക്ക് അഭിമുഖമാക്കി പിടിച്ചുകൊണ്ട് കല്ലുമോൾ ചോദിച്ചു. അതേലോ, എൻ്റെ ചുഞ്ചിച്ച കുട്ടിയുടെ അമ്മ തന്നെയാണ്. ഞാൻ അംബിക, ഇതാ എൻ്റെ വീട്. ഇത്രയും നാളും പുറത്തു പോകുമ്പോൾ വേണോട്ടൻ എൻ്റെ അടുത്താണ് മോളെ ഏൽപ്പിക്കാറുള്ളത്. ഇനിയിപ്പോൾ മോള് വന്ന സ്ഥിതിക്ക് കല്ലുമോൾക്കൊരു കൂട്ടായല്ലോ. നല്ല മനസ്സാ മോളുടെ, നല്ലതേ വരൂ. മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഞാൻ ശ്രീദുർഗ. ഉവ്, എനിക്കറിയാം, വേണുവേട്ടൻ പറഞ്ഞിരുന്നുവല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ മോളെ. അവളൊന്ന് തലയാട്ടി. ശരിയെന്നാ, പണികളൊന്നും തീർന്നിട്ടില്ല, പിന്നെ കാണാട്ടോ മോളെ, അംബിക അവളോട് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ദുർഗ കല്ലുമോളെയും കൊണ്ട് ഉമ്മറത്തേക്ക് പോയി. ഉമ്മറക്കോലായിലിരുന്നു. കല്ലുമോള് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഓടി കളിക്കാൻ തുടങ്ങി. ദുർഗ അതെല്ലാം ആസ്വദിച്ചിരുന്നു. മുറ്റത്തെ തുളസിത്തറയിൽ തുളസിച്ചെടി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ചെറുതായി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കല്ലുമോളെ വാ ഇങ്ങോട്ട്, മഴ പെയ്തു തുടങ്ങി. കല്ലുമോള് പിന്നെയും ഓടി കളിക്കാൻ തുടങ്ങി. മഴ പെയ്തു തുടങ്ങുന്നതിന് മുൻപ് ദുർഗ ഓടിപ്പോയി കല്ലുമോളെ എടുത്തുകൊണ്ട് അകത്ത് കയറി. സാരി തുമ്പ് കൊണ്ട് മോളുടെ തല തോർത്തി കൊടുത്തു. മഴ നനഞ്ഞാൽ പനി വരില്ലേ കല്ലുമോളെ? എൻ്റെ മോൾ നല്ല കുട്ടിയല്ലേ, ഇനി മഴ നനയോ? ദുർഗ ഏളിക്ക് കൈ കുത്തി നിന്നുകൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ. കല്ലുമോൾ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. നല്ല കുട്ടി, വാ അമ്മ പായസം ഉണ്ടാക്കിത്തരാം. ദുർഗ മോളെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയി. നേരത്തെ സാധനങ്ങൾ നോക്കിയപ്പോൾ ഒരു കവറിൽ സേമിയ ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നു. ഫ്രിഡ്ജിലെ പാലെടുത്ത് അവൾ സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങി. നെയ്യിലേക്ക് കശുവണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് വറുത്തെടുത്തു. മാറ്റിവെച്ചൊരു കശുവണ്ടിപ്പരിപ്പ് പൊട്ടിച്ച് കല്ലുമോളുടെ വായിൽ വെച്ചു കൊടുത്തു. കുഞ്ഞിപ്പല്ലുകൾ കൊണ്ട് അവൾ അത് ചവച്ചരച്ച് കഴിച്ചു. പായസത്തിലേക്ക് കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കയും ഇട്ട് പായസം വാങ്ങി വെച്ചു. ആഹാ, പായസമാണോ? മൂക്കിലേക്ക് പായസത്തിൻ്റെ മണം ആഞ്ഞു വലിച്ചുകൊണ്ട് അവിടേക്ക് വന്ന വീണു ചോദിച്ചു. അതെ അച്ഛാ, പൊട്ടിച്ചൊരു കവറിൽ സേമിയ ഇരിക്കുന്നത് കണ്ടു, അത് കണ്ടപ്പോൾ ഉണ്ടാക്കിയതാ. രാജീവിന് സേമിയ പായസം വലിയ ഇഷ്ടമാണ്. അയാൾ പറഞ്ഞത് കേട്ട് ദുർഗയൊന്ന് ചിരിച്ചു. ഒരു ബൗളിലേക്ക് പായസം പകർന്ന് അതിലൊരു സ്പൂണിട്ട് വേണുവിൻ്റെ നേരെ നീട്ടി. കുടിച്ചു നോക്കി അച്ഛാ. നന്നായിട്ടുണ്ടോയെന്ന് അറിയില്ല. അയാളത് വാങ്ങി സ്പൂണിൽ പായസം എടുത്ത് ഊതിക്കൊണ്ട് കുടിച്ചു. നല്ല രുചി. എൻ്റെ ശാരദ ഉണ്ടാക്കുന്ന പായസം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇപ്പം മോളുടെ കൈ കൊണ്ടുണ്ടാക്കി ഈ പായസം കുടിച്ചപ്പം എനിക്കെൻ്റെ ശാരദയെ ഓർമ്മ വന്നു. അയാളുടെ മുഖത്ത് ഭാര്യയുടെ വേർപാടിൻ്റെ വേദന തെളിഞ്ഞു നിന്നു. അയാൾ പതിയെ ഉമ്മറത്തേക്ക് നടന്നു. നിൽക്കും പായസം. കുഞ്ഞിക്കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കല്ലുമോൾ കൊഞ്ചി പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ കല്ലുമോൾക്ക് വിശന്നോ? കുഞ്ഞു വയറിലൊന്ന് തഴുകിക്കൊണ്ട് ദുർഗ ചോദിച്ചു. ഇപ്പം തരാട്ടോ പായസം. അമ്മീ പപ്പടം ഒന്ന് കാച്ചിക്കോട്ടെ. തിളച്ച എണ്ണയിലേക്ക് പപ്പടമിട്ട് കാച്ചിയെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി. കല്ലുമോൾക്കുള്ള പായസം ഒരു കിണ്ണത്തിലേക്കാക്കി ഒരു പപ്പടവും ഇട്ട് മോളെയും എടുത്ത് ദുർഗ അകത്തളത്തിലേക്ക് പോയി. വരാന്തയിലിരുന്നു. മഴ അപ്പോഴേക്കും ശക്തിയായി പെയ്തു തുടങ്ങി. ദുർഗ പായസത്തിൽ പപ്പടം കൂട്ടിക്കുഴച്ച് കല്ലുമോളെ ഊട്ടിക്കൊണ്ടിരുന്നു. കല്ലുമോള് കുഞ്ഞി കൈകളാൽ അവളുടെ അമ്മയെയും ഊട്ടി. അമ്മേ, എനിക്ക് കഥ പറഞ്ഞു തരുമോ? കഥയോ? എന്ത് കഥയോ ഇപ്പം പറയാ? ദുർഗ ആലോചിച്ചു. കല്ലുമോൾക്ക് അമ്മ സിംഹത്തിൻ്റെ കഥ പറഞ്ഞു തരാവേ. ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. സിംഹമായിരുന്നു അവിടുത്തെ രാജാവ്. ആ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം സിംഹം കൊന്നു തിന്നു. ഒരിക്കലൊരു മുയലിനെ കൊന്നു തിന്നാൻ നോക്കിയപ്പം ബുദ്ധിമാനായ മുയലച്ചൻ പറഞ്ഞു, ആ കാട്ടിൽ മറ്റൊരു ശക്തിമാനായ സിംഹം ഉണ്ടെന്ന്. അവർ താമസിക്കുന്ന പൊട്ടക്കിണറ്റിലാണെന്ന് പറഞ്ഞതും സിംഹരാജൻ അവരെ കാണാൻ പോയി.
കിണറ്റിലെ വെള്ളത്തിൽ സ്വന്തം മുഖം കണ്ടിട്ട് മനസ്സിലാവാത്ത മണ്ടനായ സിംഹം കിണറ്റിലേക്ക് എടുത്തു ചാടി. അങ്ങനെ ആ സിംഹം ചത്തുപോയി. മൃഗങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. ദുർഗ കഥ പറഞ്ഞു നിർത്തി. പാവ സിംഹം. കല്ലുമോൾ സങ്കടപ്പെട്ടു. കല്ലുമോളുടെ മുഖത്തെ ആ സങ്കടം കണ്ടപ്പോൾ സത്യത്തിൽ ദുർഗയ്ക്ക് ചിരിയാണ് വന്നത്. അതെങ്ങനെയാ ശരിയാവുക? സിംഹം ദുഷ്ടനല്ലേ, അതുകൊണ്ടല്ലേ അവൻ ചത്തുപോയത്? ആണോ? കല്ലുമോൾ സംശയത്തോടെ നോക്കി. അതേലോ. പായസം കല്ലുമോൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മതി അമ്മേ. മുഖം തിരിച്ചുകൊണ്ട് കല്ലുമോൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കല്ലുമോൾക്ക് മൊയലച്ചൻ്റെ പോലെ ബുദ്ധിയുള്ള കുട്ടിയാവണ്ടേ. അപ്പം ഇത് മുഴുവനും കഴിക്കണം. നിച്ചു അവനും എന്നും പറഞ്ഞുകൊണ്ട് കല്ലുമോൾ അത് കഴിക്കാൻ തുടങ്ങി. അമ്മയും മോളും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും പായസം കുടിക്കുന്നത് കണ്ടുകൊണ്ടാണ് രാജീവ് അങ്ങോട്ടേക്ക് കയറി വന്നത്. കല്ലുമോൾക്ക് പായസം കൊടുത്തു കഴിഞ്ഞതും ദുർഗ വേഗം അവളുടെ വായ കഴുകിച്ച് കല്ലുമോളെ വേണുവിൻ്റെ കയ്യിലേൽപ്പിച്ചു. രാജീവ് മുറിയിൽ പോയി ഫ്രഷായി വന്നു. മേശയിലെ ഫ്ലാസ്കിൽ നിന്നും ചായ എടുത്തു കുടിക്കാൻ നോക്കിയപ്പോൾ അതിൽ ചായ ഉണ്ടായിരുന്നില്ല. അവനൊന്ന് ചുറ്റും നോക്കി. അപ്പോഴേക്കും ഒരു ബൗളിൽ പായസവുമായി ദുർഗ അവിടേക്ക് വന്നു. ഇന്ന് ചായ ഉണ്ടാക്കിയില്ല, ഇതാ പായസമാണ്. അവൾ അവന് നേരെ അത് നീട്ടി. അവൻ വാങ്ങിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ അത് മേശയിലേക്ക് വെച്ചു. അവൻ കസേരയിലിരുന്നത് കുടിക്കാൻ തുടങ്ങി. ഒരു സ്പൂണ് പായസം നുണഞ്ഞപ്പോഴേക്കും അവൻ ആ രുചി പിടിച്ചു. എങ്ങനെയുണ്ട്? അവൻ്റെ അഭിപ്രായം അറിയാനായി ആകാംക്ഷയോട് അവൾ ചോദിച്ചു. കൊള്ളില്ല. ഇഷ്ടപ്പെടാത്ത പോലെ മുഖഭാവം വിട്ട് പറഞ്ഞുകൊണ്ട് അത് മുഴുവനും കുടിച്ച് ബൗൾ അവിടെ വെച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി. അത് ശരി, കൊള്ളില്ല എന്നും പറഞ്ഞുകൊണ്ട് മുഴുവനും കുടിച്ചു. ഇവിടെ കേമാ. അവൾ ആത്മഗതം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ ബൗൾ കൊണ്ടുപോയി കഴുകി വെച്ചു. വൈകുന്നേരം കല്ലുമോളെ മേലെ കഴുകിക്കാനായി ചെറു ചൂടുവെള്ളവുമായി അവൾ കുളിമുറിയിലേക്ക് കയറി. ഒരു കപ്പ് വെള്ളം കല്ലുമോളുടെ ദേഹത്തൊഴിച്ചതും അതിൻ്റെ ഇരട്ടി വെള്ളം അമ്മയുടെ മേൽ അവൾ ഒഴിച്ചു. അമ്മയും മോളും എങ്ങനെയൊക്കെയോ കുളിച്ചിറങ്ങി. കല്ലുമോളുടെ മുഖത്തും ദേഹത്തും പൗഡർ ഇട്ട് കൊടുത്ത് കറുപ്പിൽ വെള്ളപ്പുള്ളികളുള്ള കുഞ്ഞുടുപ്പ് മോളെ ഇടിയിച്ചു. അവൾ ഒരു മുണ്ടും നേരിയതും ഉടുത്തു. പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിച്ച് അതുമായി ഉമ്മറത്തേക്ക് പോയി. അവൾ അത് ഉമ്മറത്ത് വെച്ച് ഭസ്മം തൊട്ടു. കല്ലുമോളുടെ നെറ്റിയിൽ ഭസ്മം നീട്ടി വരച്ചു. മോളെയും കൊണ്ട് വിളക്കിനടുത്ത് വന്നിരുന്ന് നാമം ജപിച്ചു. ഓം നമഃശിവായ, ഓം നമഃശിവായ. കല്ലുമോൾ കൈകൾ കൂപ്പി മുന്നോട്ടും പിന്നോട്ടും ആഞ്ഞുകൊണ്ട് നാമം ജപിച്ചു. കല്ലുമോൾ നാമം ജപിക്കുന്നത് കണ്ട് ദുർഗയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. രാത്രിയിലേക്ക് ചോറും സാമ്പാറും ഉണ്ടാക്കി. കല്ലുമോൾക്കുള്ള ചോറ് ഒരു പാത്രത്തിലാക്കി കുറച്ച് സാമ്പാറും ഒഴിച്ച് പപ്പടം കൂട്ടി കുഴിച്ചുകൊണ്ട് വന്നു. മോളെ, കല്ലുമോൾ ഇവിടെ ഇരുന്ന് ചോറുണ്ണില്ല. അവൾക്ക് ഉമ്മറത്തിരുന്നാണ് ഞാൻ കൊടുക്കാറുള്ളത്. വേണു പറഞ്ഞത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ദുർഗ കല്ലുമോളെയും കൊണ്ട് മുറ്റത്തേക്ക് പോയി. പുറത്ത് നല്ല നിലാവെളിച്ചമുണ്ടായിരുന്നു. ഉമ്മറത്തിണ്ണയിലിരുന്ന് കുഞ്ഞുരുളകളാക്കി കല്ലുമോൾക്ക് അവൾ ചോറ് കൊടുത്തു. അമ്പിളിമാവനെയും നക്ഷത്രങ്ങളെയും നോക്കി കല്ലുമോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ദുർഗയും അതിനൊപ്പം തന്നെ മറുപടി പറഞ്ഞു. ചോറുണ്ടു കഴിഞ്ഞ് ഹാളിലെ കളിപ്പാട്ടങ്ങൾക്ക് നടുവിലായി കല്ലുമോളെ ഇരുത്തിക്കൊണ്ട് രാജീവിനും അച്ഛനും ചോറ് വിളമ്പിക്കൊടുത്തു. മോളും കൂടി ഇരിക്കെ, വേണു പറഞ്ഞു. അവൾ അപ്പോൾ നോക്കിയത് രാജുവിൻ്റെ മുഖത്തേക്കാണ്. അവൻ ഇതൊന്നും അറിയാത്ത ഭാവത്തിലിരുന്നു. അവൾ ഊണുമേശയ്ക്ക് ഒരരികിലായിരുന്നു ഭക്ഷണം കഴിച്ചു. അപ്പോഴും ഹാളിലെ പാവക്കുട്ടികൾക്കിടയിലിരുന്ന് കൊഞ്ചിച്ചിരിച്ച് കളിക്കുന്ന കല്ലുമോളിലായിരുന്നു അവളുടെ കണ്ണുകൾ. ഇടയ്ക്കെപ്പോഴും രാജീവും അത് ശ്രദ്ധിച്ചിരുന്നു. രാത്രി കല്ലുമോളെ തോളിലിട്ട് അവൾ കൊട്ടിയുറക്കി. മോളെ കട്ടിലായി കിടത്തി അവളും അരികിലായി കിടന്നു. നീ എന്താ ഇവിടെ? ചോദ്യം കേട്ടതും വാതിലിനടുത്തേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു. കട്ടിലിൽ കിടക്കുന്ന കല്ലുമോളെയും ദുർഗയെയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു രാശി. ഞാൻ പിന്നെ ഇവിടെ അല്ലാതെ വേറെ എവിടെ കിടക്കാനാ? ഇതല്ലേ ഇനി മുതൽ എൻ്റെ മുറി. കല്ലുമോളെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ദുർഗ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനവിടെ കിടക്കും? അവൻ അവളെ നോക്കി ചോദിച്ചു. ഇതാ അവിടെ കിടന്നോ. കല്ലുമോളെ തനിക്കരികിലേക്ക് ഒതുക്കി കിടത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ആ ഈയടി, നിൻ്റെ കൂടെ എൻ്റെ പട്ടി കിടക്കും. അവന് ദേഷ്യം വന്നു. എന്നാ പോയി പട്ടിയെ വിളിച്ചിട്ടോ. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി അവളിൽ നിന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നാശം. അവൻ ബെഡ്ഷീറ്റും ഒരു തലയിണയും എടുത്ത് മുറിയിലെ സോഫ സെറ്റിൽ പോയി കിടന്നു. അവൻ്റെ ദേഷ്യം കണ്ട് അവൾക്ക് ചിരിയാണ് വന്നത്. അപ്പോഴേക്കും കല്ലുമോൾ ചുരുണ്ടുകൂടി ദുർഗയിലേക്ക് ഒതുങ്ങി. മോളെ കെട്ടിപ്പിടിച്ച് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു.